സഭയെ സംബന്ധിച്ച്, ഭാരത സഭയെ സംബന്ധിച്ച് 4-5 പ്രത്യേകതകളുണ്ട്. ചെല്ലാനത്തെ സംബന്ധിച്ച് വലിയൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ന് സ്വർഗാരോപണ തിരുനാളാണ്. മാതാവ് ഈ ലോകത്തിൽ തൻ്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ച് പിതാവിൻ പക്കലേക്ക് സമ്മാനം വാങ്ങാനായി പിതാവിൻ പക്കലേക്ക് എടുക്കപ്പെട്ട് സ്വർഗാരോപിതയായി. നമ്മുടെ ജീവിതവും ഇതുപോലെ പിതാവിൻ പക്കലേക്കുള്ളൊരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് യോഗ്യമായ രീതിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുക. ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്കറിയാമല്ലോ, എത്രയോ പേര് ത്യാഗം സഹിക്കുകയും ജീവത്യാഗം സഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനുവേണ്ടി ആ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തഃസത്തയിൽ നമ്മളിന്ന് ജീവിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ഇടവകയുടെ ഒരു അഭിമാനം, ആലപ്പുഴ രൂപതയുടെയും ഒക്കെ ഈ പ്രദേശത്തിൻ്റെയും ഈ നാടിൻ്റെയും കൊച്ചിയുടെയും ഒക്കെ അഭിമാനമാണ് ഉയർന്നു വരുന്ന ഈ ദേവാലയം. അത് ഞാൻ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. പൊന്നൻ ജനിച്ച ജന്മദിനവും ഭാഗ്യപ്പെട്ട ഈ ദിനം തന്നെയാണ്. ഇതുകൂടാതെ ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ ജന്മദിനം കൂടിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഭാഗ്യപ്പെട്ട ഈ ദിനത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമ്മുടെ സഹകരണവും കൂട്ടായ്മയും അത് ശക്തമാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ വളരാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്. സമാധാനവും ശാന്തിയും സന്തോഷമാണ് നമുക്ക് ജീവിതത്തിൻ്റെ കൈമുതലായി വേണ്ടത്. അത് എല്ലാവരും പരിശ്രമിക്കുക. അതിനുവേണ്ട എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പതാക भारत माता की उच्चल जलति गंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल गायक जय हे भारत भाग्य विधाता जय हे जय हे जय हे भारत माता की जय, भारत माता की जय। എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസ്കൃതങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. തക്കതായ ഒരുക്കത്തോട് സ്വീകരിക്കാൻ നമ്മുടെ പാപങ്ങളൊന്ന് മനസ്തപിച്ച് മാപ്പും കാര്യവും അപേക്ഷിക്കാം. യൂദയായിൽ കതിരുവീശിയ പരമതി സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഇത് പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യതയായ സമയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ്
പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നത് നിങ്ങൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ സമാധാനം ഞങ്ങൾ വസിക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കാൻ. ഹൃദയടഞ്ഞ മാനവർക്ക് ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതിനായി നാം ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ ശരീരത്തങ്ങൾ നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വഴികളെ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ, മനുജരെ മഹിതഗീതികൾ പൊഴിഞ്ഞിടുവിൻ. വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ, സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യബോധത്തിന്റെ ഫലം നിർബലരായ അനുഭവിക്കാൻ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികമായ എല്ലാ ക്ലേശങ്ങളും മോചിപ്പിച്ച് അങ്ങേ നിത്യം മാത്രപ്പെടുത്തുവാൻ ശക്തിയും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ ഭവനത്തിൽ നിന്നും ദിവ്യാനത്തിന്റെ ഭക്തിയിലും സ്നേഹത്തിലും മുഴുവാൻ സഹായിക്കണമേ. എന്നും ദൈവമായി ജീവിച്ചു പാടുന്ന ഞങ്ങൾ പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തിരുക്കർമ്മങ്ങൾ സമാപിച്ചു. ഞങ്ങളുടെ സമൂഹത്തെയും എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നതോടൊപ്പം ഇന്നേ ദിനം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പൊന്നഞ്ചേട്ടനെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായി ഞങ്ങൾക്ക് ലഭിച്ച ഈ പ്രദേശത്തിന് വഴിവിളക്കായി പ്രകാശമായി മാറിയ പൊന്നഞ്ചേട്ടൻ വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പൊന്നഞ്ചേട്ടൻ ഏറ്റെടുത്ത എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കുവാൻ ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നഞ്ചേട്ടനെയും കുടുംബത്തിലെ ചേച്ചിയെയും പൊന്നഞ്ചേട്ടൻ്റെ മക്കളായ ലിയോയെയും ജിയോയെയും ഫിഷയെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. കുടുംബത്തെയും പേരക്കിടാങ്ങളെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. പൊന്നഞ്ചേട്ടനെ ആയുരാരോഗ്യത്തോടുകൂടി ദൈവം അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവ സമൂഹത്തോടൊപ്പം ഒന്ന് ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ ശക്തി തരണമേ. ഏറ്റെടുത്ത എല്ലാ ദൗത്യങ്ങളും പ്രത്യേകിച്ച് പൊന്നഞ്ചേട്ടനെ ഏറ്റെടുത്തിരിക്കുന്ന ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ദൈവകരങ്ങളാൽ ശക്തി പരിശുദ്ധാത്മാവിനെ ശക്തി ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടണമേ. Jesus, name above all names, beautiful Savior. കാര്യവാനായ ദൈവമേ, ഇന്നേ ദിനം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇപ്രകാരം ഒന്നുകൂടി ഒരാത്മാവൊരു ഹൃദയമായി ഒരുമിച്ച് വിടുവാൻ തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. പൊന്നഞ്ചേട്ടന്റെ ജന്മദിനത്തിൽ ഞങ്ങൾക്ക് ഒത്തുചേരുവാൻ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു.
രണ്ടുപേർ ഒരുമിച്ച് കൂടുന്നിടത്തല്ല ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത അങ്ങയുടെ ദാനമാകുന്ന ഈ സദസ്സിൽ അങ്ങയെക്കുറിച്ച് ഒന്നു ചേർന്ന് പഞ്ചേട്ടനോടൊപ്പം അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദൗത്യങ്ങളും പ്രത്യേകിച്ച് പരഞ്ചേട്ടനും കുടുംബവും മക്കളും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നും ദൈവമായി ജീവിച്ച് വാഴുന്നതിന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഇരിക്കുക. ദൈവത്തിന് എത്രമാത്രം ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഞാൻ പള്ളിയിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം സത്യത്തിൽ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനില്ലെന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ സത്യത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച വ്യക്തിയാണ് പരിശുദ്ധമ്മ. അതുകൊണ്ട് തന്നെ മാനവ സമൂഹത്തിന് മുന്നിൽ രക്ഷകനെ പ്രദാനം ചെയ്തും രക്ഷ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തോടൊപ്പം അനുയായികൾ ധാരാളം. അതുകൊണ്ട് ജീവൻ ത്യജിക്കേണ്ടി വന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ചെല്ലാനം ദേശത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ സത്യസന്ധമായി സ്വാതന്ത്ര്യം ആഗ്രഹിച്ച വ്യക്തിയാണ് പൊന്നഞ്ചേട്ടൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്ന് പറയുമ്പോൾ ഏത് വെല്ലുവിളിയും ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായ വ്യക്തി ഇതാ കന്യാമാതാവ് പറഞ്ഞതുപോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നതുപോലെ ദൈവത്തിന് മുമ്പിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന് സമർപ്പിക്കാൻ പൊന്നഞ്ചേട്ടൻ തയ്യാറായപ്പോൾ, ജീവിതം മുഴുവൻ തയ്യാറായപ്പോൾ അനുഗ്രഹങ്ങളാൽ പൊന്നഞ്ചേട്ടൻ നിറഞ്ഞു. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു ഒരുപാട് വ്യക്തികളെ ദൈവം അനുഗ്രഹിച്ചു. അവസാനം എന്ത് ചെയ്യും? അവർ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടും. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവം വിളിച്ചനുഗ്രഹിച്ചു, അത് സമ്പൂർണ്ണമായി സമർപ്പിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ പോകുന്നു സഭയുടെ നിര. ആ നിരയിലാണ് സഭ പണിയപ്പെട്ടത്. ഇന്ന് ചെല്ലാനം ദേശത്ത് ഒരു സഭയായി രൂപീകരിക്കപ്പെട്ട് ഇന്ന് ചെല്ലാനം ദേശത്തിൻ്റെ അഭിമാന രത്നമായി മാറി. ഇന്ന് ഞാൻ എപ്പോഴും പഞ്ചേട്ടൻ എന്തിനാണ് ഇത് വന്നിട്ടുള്ളത്? നല്ല രീതിയിൽ തകരുന്നില്ല. പൊന്നഞ്ചേട്ടൻ ജനിച്ച മണ്ണിനോടും നാടിനോടും ഏറ്റവും കൂടുതൽ കൂറും വിശ്വസം. ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ പൊന്നഞ്ചേട്ടൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ പൊന്നഞ്ചേട്ടനെ വഴക്ക് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും പൊന്നിയാണ് ഈശ്വര ഹോസ്പിറ്റലിൽ പൊന്നഞ്ചേട്ടൻ കിടന്നപ്പോഴേക്കാൻ പോയിട്ട് ഇത് നല്ല സൗകര്യങ്ങൾ, എന്ത് പരിചാരകർ, ഭക്ഷണം ഇനി ഞാൻ ചെല്ലുമ്പോഴേ നമുക്ക് കിട്ടും. അതുപോലെ വല്ലയിടത്തും പൊന്നഞ്ചേട്ടൻ പോയി താമസിക്കുന്നെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നു പൊന്നഞ്ചേട്ടൻ എത്ര സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. അതുകൊണ്ട് സമ്പത്ത്, കഴിവ്, അനുഗ്രഹം എല്ലാം ഉണ്ട്. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ച് പൊന്നഞ്ചേട്ടൻ രാത്രി ഇച്ചിരി ഒരു ഗ്ലാസ് ഓട്സും ഒരു മുട്ടയുടെ വെള്ളയൊക്കെ കഴിച്ച് ജീവിക്കുമ്പോൾ എന്തിന് ഈ പാടെന്ന് ഞാൻ ആലോചിക്കും. പൊന്നഞ്ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ പൊന്നഞ്ചേട്ടൻ ഈ ജനത്തിന് വേണ്ടി, ഈ ജനമെന്ന് പറയുന്നില്ല, നമ്മുടെ ആളുകൾക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി പൊന്നഞ്ചേട്ടൻ ചെയ്യുന്ന ത്യാഗമാണ്. ആ ത്യാഗത്തിന് പൊന്നഞ്ചേട്ടൻ എപ്പോഴും പറയുന്നത് നോളജ് ഇസ് പവർ. ജീവിതത്തിലുള്ള ഉടനീളം എപ്പോഴും അറിവ് സമ്പാദിച്ച് ജ്ഞാനിയാകുക എന്നതാണ്. ജ്ഞാനിയുടെ എന്താണ് അർത്ഥം? ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പൊന്നഞ്ചേട്ടൻ ദൈവഭയത്തിൽ വളർന്നു, ജ്ഞാനിയായി, സോളമൻ രാജാവിനെ പോലെ സമ്പത്തും അലങ്കാരം കൊണ്ട് നിറഞ്ഞു. ദേവാലയവും സമൂഹത്തിന് വേണ്ടിയും എല്ലാവിധമായ പൊന്നഞ്ചേട്ടൻ കൈവെക്കാത്ത മേഖല വല്ലതും ഇല്ലെന്നോന്നില്ലേ? എല്ലാ മേഖലകളിലും ആത്മീയമായും ഭൗതികമായും സ്കൂള്, സിനിമ, അതുപോലെ തന്നെ ബിസിനസ്, എല്ലാ മേഖലകളും കൈവച്ചു. പിന്നെ ഒരു കാര്യം മാത്രം കൈവച്ചില്ല, അതിന് പറയുന്നുമില്ല, കരുതച്ചോളം അല്ലേ? ഒരിക്കലും ബിസിനസ്സിൽ മാത്രം പോയില്ല, ഒരിക്കലും നോക്കിയിട്ടുമില്ല പൊന്നഞ്ചേട്ടൻ. അപ്പോൾ എല്ലാ മേഖലകളിലും കൈവച്ച് വിജയശ്രീകാരന് ഇന്ന് 76ൻ്റെ നിലവിൽ ഇവിടെ നിൽക്കുമ്പോൾ പൊന്നഞ്ചേട്ടൻ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഞങ്ങളുടെ ഐക്യവും പൊന്നഞ്ചേട്ടനോടൊപ്പം ഉണ്ട്. പൊന്നഞ്ചേട്ടൻ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ദൈവാത്മാവ് നിറയ്ക്കപ്പെടാൻ
സഹായിക്കണേന്ന് പതിനഞ്ചേട്ടന് ആയുരാരോഗ്യത്തോടുകൂടി ദീർഘായുസോടുകൂടി ഞങ്ങളോടൊപ്പം ഈ ജനത്തോടൊപ്പം നമ്മളോടൊപ്പം ഒന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പതിനഞ്ചേട്ടൻ ഈ ജന്മദിനത്തിന് ആയിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചെലുത്തുന്നു. നന്ദി, നമസ്കാരം. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ
ആലംബമെന്നും മഴലാ